ഫ്രണ്ട്സ്, FS Craft മീഡിയയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ന്യൂസ് പേപ്പർ വെച്ചിട്ട് കിടുക്കാച്ച് വർക്കാണ്, ഒരു ഫ്ലവർ വൈസ്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ എടുക്കുന്നത് വൈറ്റ് പത്രമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. വൈറ്റ് പത്രം എടുക്കാൻ മെയിൻ കാരണം നമ്മൾ പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ഫിനിഷിങ് കാര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് പത്രം എടുത്തിട്ടുള്ളത്. ഇത് പത്രത്തിൻ്റെ വേസ്റ്റ് വരുന്ന ഭാഗങ്ങളാണ് കേട്ടോ ഈ വൈറ്റ് പത്രം. കുറച്ചുകൂടി പെയിൻറ്റൊക്കെ അടിക്കാൻ കുറച്ചുകൂടി നല്ല ഫിനിഷിങ് കിട്ടും ഇങ്ങനത്തെ പത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു പേജ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് 4ആയിട്ട് മടക്കണം. നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും അളവെടുത്ത് മടക്കി കുറച്ചും കൂടി കിട്ടും. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഞാൻ ചെയ്യാണ്, എൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ അളവെടുത്തതാണ്. ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് കിട്ടുന്ന രീതിക്ക് ഇങ്ങനെ മടക്കിയെടുക്കുക. കുറച്ച് നല്ല ഫിനിഷിങ്ങിൽ അളവ് കിട്ടുന്ന രീതിക്ക് മടക്കിയെടുക്കുക. ഇനി നമുക്കൊരു കത്രിക എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ അളവെടുത്ത് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഓരോ പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ആ പേപ്പർ ഓരോന്ന് ചുരുട്ടിയെടുക്കണം. നമുക്ക് ഓരോ സ്റ്റിക്കുകളായിട്ട് റോൾ ചെയ്ത് ചുരുട്ടിയെടുക്കണം. അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു കമ്പിയാണ്. ഇത് നമുക്ക് പഴയ ഏങ്കർ എന്നെല്ലാം ഇങ്ങനത്തെ കമ്പി കിട്ടും, അല്ലെങ്കിൽ കുടയെന്നോ അങ്ങനത്തെ എല്ലേന്നോ ഈ കമ്പി നമുക്ക് എടുക്കാം. പേപ്പറുകൾ ഓരോന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം. മേലെ കൈ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ചുരുട്ടിയെടുക്കുക. പേപ്പർ കീറാത്ത രീതിക്ക് നമുക്ക് നല്ല വൃത്തിക്ക് ചുരുട്ടിയെടുക്കാം. കുറച്ച് ഗമ്മ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശേഷം ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ആ കമ്പി ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഓരോ സ്റ്റിക്കുകൾ നമുക്ക് ചെയ്തെടുക്കണം. ഒരു സ്റ്റിക്കായി നമുക്ക് ഒന്നും കൂടി ചെയ്ത് നോക്കാം അങ്ങനെ ചെയ്യുന്നതിന്. റോൾ ചെയ്താണ് എടുക്കുന്നത്. കമ്പിയിൽ ചുറ്റി റോൾ ചെയ്തെടുക്കുക വേണ്ടത്. ലാസ്റ്റ് എൻഡിൽ കുറച്ച് പശ തേച്ച് കൊടുക്കുക. കുറച്ച് തേച്ച് കൊടുത്താൽ മതി. നമുക്കിത് കുറേ സ്റ്റിക്കുകൾ ആവശ്യമുണ്ട് ഇത് ചെയ്യണമെങ്കിൽ. ഏകദേശം ഒരു പത്രം ഫുള്ളായിട്ട് വേണ്ടി വരും. ഇതുപോലെ നമ്മൾ കുറേ സ്റ്റിക്കുകൾ അതുപോലെ നമ്മൾ എല്ലാ സ്റ്റിക്കുകളും നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കട്ട് ചെയ്ത് എല്ലാ പേപ്പറും നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ 2 കാർഡ്ബോർഡിൻ്റെ പീസുകളാണ്. അതായത് ഫ്ലവർ വൈസിൻ്റെ അടിഭാഗം നമുക്ക് ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ 2 കാർഡ്ബോർഡ് എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് ഏതെങ്കിലും ഒരു പേപ്പർ, ഞാൻ എടുക്കുന്ന അതേ ന്യൂസ് പേപ്പറിൻ്റെ വൈറ്റ് പേപ്പറിലാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിൽ ഒട്ടിച്ച് കൊടുക്കാം. കാർഡ്ബോർഡ് കവർ ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മേലെ നമ്മൾ ഒരു കാർഡ്ബോർഡും കൂടി വെക്കുമ്പോൾ ആ കാർഡ്ബോർഡ് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കവർ ചെയ്യേണ്ട കുറച്ച് ഭാഗം നമ്മളൊന്ന് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഓരോ എൻഡിലായിട്ട് ഓരോ കോൺ ഭാഗം വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് ഓരോ സ്റ്റിക്കുകൾ നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ എല്ലാ കോണും നമ്മൾ ഒരുപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോൺ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുന്ന നമ്മൾ രണ്ടാമത് വെക്കുന്ന കാർഡ്ബോർഡ് അതിൻ്റെ മേലെ കവർ ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാർഡ്ബോർഡ് കുറച്ച് ഗമ്മ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് ബാക്കി വരുന്ന വേസ്റ്റ് വരുന്ന ഭാഗം പേപ്പർ നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. കുറച്ചുകൊണ്ട് കവർ ചെയ്തിട്ട് തന്നെ നമ്മൾ ഒട്ടിക്കാൻ നോക്കുക. എല്ലാ ഭാഗം 4 ഭാഗം നമുക്ക് ഒരുപോലെ വൃത്തിക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഈ ബാക്കി അതിൻ്റെ വേസ്റ്റ് വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തൊന്ന് ഫിനിഷ് ചെയ്യാം.
അപ്പോൾ നമുക്കിത് എങ്ങനെ മുടയുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ എൻഡിൽ നമ്മൾ 2 എണ്ണം വെച്ച് ഒട്ടിക്കണം. അതിൽ ഏറ്റവും മുകളിൽ വരുന്ന ഒന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് നമ്മൾ ഒന്ന് മടക്കി കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ വരുന്നതൊന്ന് ഇങ്ങോട്ട് മടക്കി കൊടുക്കാം. എല്ലാത്തിൻ്റെ എതിർവശം വരുന്ന രീതിക്ക് നമ്മൾ എല്ലാം മുകളിൽ വരുന്ന രീതിക്ക് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. അതിൽ വരുന്ന രണ്ടാമത്തെ എടുത്തിട്ട് ഇപ്പുറത്തെ വശത്തേക്ക് മുകളിലേക്ക് മടക്കി കൊടുക്കാം. അതുപോലെ അതിൻ്റെ അടിയിൽ വരുന്നത് ഇപ്പുറത്തെ വശം മുകളിൽ വരുന്ന രീതിക്ക് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. അതേ വരുന്ന രീതിക്ക് തന്നെ മുകളിൽ വരുന്നത് പോലെ ഇപ്പുറത്തേക്ക് നമുക്ക് മടക്കി കൊടുക്കാം. ഇതുപോലെ നമ്മൾ മുടഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് കൂടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് എൻഡ് വരുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. ഒന്ന് ടൈറ്റ് പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയാം. കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് അവിടെ ഒരു ഗമ്മ് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലവർ വൈസ് ഒന്ന് പൂക്കളൊക്കെ ഒന്ന് വെച്ച് ഡെക്കറേഷൻ ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ജസ്റ്റ് പൂക്കളൊന്ന് വെച്ച് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇത് നിങ്ങളുടെ കയ്യിൽ കുറച്ചും കൂടി നല്ല ഫ്ലവേഴ്സിന് കുറച്ചും കൂടി നല്ല ഭംഗിയാക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ഞാനത് കുപ്പിയിൽ ചെയ്തൊരു വർക്കാണ്. കുപ്പിയിൽ നിങ്ങൾക്ക് ഇതുപോലെ മോഡൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പേപ്പറിൽ ചെയ്തൊരു മറ്റൊരു വർക്കും കൂടിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതാ എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പെയിൻ്റൊക്കെ കൊടുത്ത് കുറച്ചുകൂടി നല്ല ഭംഗിയാക്കാം കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഇനാബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.